മുക്കം കാളന്തോട് MES കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ദ്വിദിന ലിറ്ററേച്ചർ ഫെസ്റ്റ് ലിറ്റിൽ ഓറ 26-ന് പ്രൗഢമായ തുടക്കം. ദ്വിദിന ഫെസ്റ്റിൽ 137 കോളേജുകളിൽ നിന്ന് 2500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോവിഡ് കാലഘട്ടം സമൂഹത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അതുവരെ നമുക്ക് റിയൽ വേൾഡ് മാത്രമാണ് ഉണ്ടായത്. പിന്നീട് വെർച്വൽ വേൾഡായി മാറാനായി. ഓൺലൈൻ ക്ലാസുകളും സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും മാറ്റമുണ്ടാക്കി. ഇതോടെ ജീവിതം അമൂല്യമാണെന്ന തോന്നലുണ്ടാക്കി. കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും ജനപങ്കാളിത്തം സജീവമാക്കി. കോഴിക്കോടടക്കം കടൽ തീരങ്ങളിൽ പോലും ജനനിബിഡമായി. ആഘോഷമൂഡ് സൃഷ്ടിച്ചത് കോവിഡിന്റെ സംഭാവനയാണ്. പുസ്തകമാണ് ഭൂമിയിൽ വ്യക്തിഗതമായ മാറ്റമുണ്ടാക്കിയത്. കവിതയും കഥയും മനോഹരമായ ഭാഷ ഉപയോഗത്തിലാണ് കഥാകാരൻ നടന്ന സംഭവം പുനരാവിഷ്കരിക്കുന്നതിലൂടെ കഥയായി മാറുന്നത്. കവിത വായിക്കുമ്പോൾ മനസ്സ് ഇടറിപ്പോകുന്നത് മനോഹരമാണ്. പരസ്യവാചകങ്ങൾ കവിതയിലാണ് എഴുതുന്നത്. അനശ്വര വാക്കുകളിലാണ് കവിതകൾ എഴുതുന്നത്, അദ്ദേഹം പറഞ്ഞു. കോവിഡ് നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റം കുറിച്ചു. അതുവരെ നമുക്ക് റിയൽ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് കഴിയുമ്പോഴേക്ക് നമുക്ക് വെർച്വൽ വേൾഡ് കൂടി കരഗതമായി തീർന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലേ, ഈ എല്ലാ വിധത്തിലുള്ള ടെക്നോളജിയും നമ്മൾ ഉപയോഗിക്കുന്നു. റോബോട്ടുകളുടെ ബുദ്ധി വളരെ വളർന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, അങ്ങനെ നമ്മളൊരു വെർച്വൽ വേൾഡിലെ അംഗങ്ങൾ ആയിത്തീർന്നു. പക്ഷേ മാറ്റങ്ങൾ മറ്റൊരു തരത്തിൽ കൂടി സംഭവിച്ചു. ജീവിതം അമൂല്യമാണ് എന്ന ഒരു തോന്നൽ ഇക്കാലം ഉണ്ടായി. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും മരണത്തിൻ്റെ വാതിൽക്കൽ എത്തിയോ എന്ന് ഭയപ്പെടുന്നു. വാതിലടച്ചിരിക്കുന്നു. അങ്ങനെ സകലരെയും മരണം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുക്തരായി തീർന്നപ്പോൾ നമുക്ക് തോന്നി ആഘോഷിക്കേണ്ടതാണ് ജീവിതം. MES സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 3ാമത്തെ കോവിഡ് രോഗിയെ കണ്ട അനുഭവം ഉദ്ഘാടന ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. 60 വയസ്സിന് മുകളിലുള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ രസകരമായിട്ടാണ് സാർ ഇന്ന് സംസാരിച്ചത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. സാർ പ്രയാണത്തിനെ പറ്റി സംസാരിച്ചു, ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിച്ചു, ശ്രീനിവാസനെ പറ്റി സംസാരിച്ചു, ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചു, പാകിസ്ഥാനെ പറ്റി സംസാരിച്ചു, ഇന്ത്യനെ പറ്റി സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞ 20 മിനിറ്റ് ഏകദേശം നമുക്ക് ഒരു വേൾഡ് ടൂർ എന്ന സാർ നമ്മളെ സാറിനൊപ്പം തന്നെ കൊണ്ടുപോകും. MES കോളേജ് സെക്രട്ടറി പ്രൊഫസർ വി കുട്ടൂസ അധ്യക്ഷത വഹിച്ചു. CMC ചെയർമാൻ PP അബ്ദുള്ളക്കുട്ടി, KV സലീം, CT സക്കീർ ഹുസൈൻ, OK അഷറഫ് എന്നിവർ സംസാരിച്ചു. MES കോളേജ് പ്രിൻസിപ്പൽ ഷെരീഫ് ആലത്തൂർ സ്വാഗതവും CMC ട്രഷറർ PTM അഷറഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ച അരങ്ങേറി. മലയാള സിനിമാ സംവിധായക PT രദീന സിനിമാ നിർമ്മാണ മേഖലയിലെ ഒത്തിരി അനുഭവങ്ങൾ സദസ്സിൽ പങ്കിട്ടു. കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യക്ഷ ഡോക്ടർ ശാന്തി വിജയൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KD സിജു, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സജീഷ് കുട്ടനെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫേസ് പെയിന്റിംഗ്, സ്പൈൽ ബി, ഡയലോഗ് ഡ്യൂൾ, പ്രസംഗം എന്നീ മത്സരങ്ങളും നടത്തി. വെള്ളിയാഴ്ച രാവിലെ പാനൽ ചർച്ച, മ്യൂസിക്കൽ ഈവന്റ് തുടങ്ങിയ മത്സരങ്ങൾ രാവിലെ 10 മണിക്ക് അരങ്ങേറും. റീന ഗണേഷിന്റെ മൗനത്തിലാഴുന്ന സ്വപ്നങ്ങൾ എന്ന ചെറുകഥ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ VR സുധീഷ് നിർവഹിക്കും. അപ്പൊ നമ്മള് പഴയ കാലമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണ്ട്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് നമ്മൾ പറയുന്ന, നമ്മളിപ്പോ കളിയാക്കി കളിക്കുന്ന ആ കാലത്ത് അന്നത്തെ നായകന്മാരെക്കാളേറെ ശമ്പളം വാങ്ങിച്ചിരുന്നത് അന്നത്തെ നായികമാരാണ്. ഷീല, ശാരദ പോലത്തെ ആൾക്കാർ. അന്ന് ടൈറ്റിൽ, അതായത് ഉമ്മാച്ചു, അങ്ങനെയൊക്കെയുള്ള പേരുകൾ, കള്ളിച്ചെല്ലമ്മ എന്നൊക്കെ പറഞ്ഞ ടൈറ്റുകളിൽ സിനിമകൾ ഇറങ്ങിയിരുന്നു.
ഇന്ന് ആ സിനിമകളിൽ നസീറും സത്യനും ഒക്കെ അഭിനയിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ടൈറ്റിലിട്ട് ഞാനൊരു നായകനെ കാണാൻ ചെന്നാൽ അത് നടക്കുമോ? നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ എങ്ങോട്ടാ പോയെ? അവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. നമുക്ക് പറയാൻ പറ്റില്ല മലയാള സിനിമ എന്തോ ചെയ്തു വെച്ചു ഇപ്പം നമ്മളെ ഉദ്ധരിച്ചു എന്ന്. ഇല്ല, നമ്മൾ ഇടക്കാലത്ത് എവിടെയോ ആണ് സ്ത്രീവിരുദ്ധരായി മാറിയത്. സ്ത്രീവിരുദ്ധത എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാണാതായിപ്പോയത്. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, എന്താണ് സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ, അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മറന്നുപോയി. പ്രശസ്ത സാഹിത്യകാരന്മാരായ ഡോക്ടർ കെ.വി. തോമസ്, അശ്വതി ശ്രീകാന്ത്, നവാഗത എഴുത്തുകാരി റീന ഗണേഷ്, പ്രൊഫസർ ബിന്ദു തമ്മാട്ട്, കലാമണ്ഡലം അശ്വതി പ്രകാശ്, അതുൽ പ്രകാശ് എന്നിവരും ചടങ്ങിൽ സംസാരിക്കും. MES കോളേജിലെ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മുടെ ടോറ 26 ഫെസ്റ്റില് ആദ്യത്തെ ദിവസം പകുതിയോളമായി. ഇനി നാളെ വിവിധ വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചകൾ, വിദ്യാർത്ഥികൾക്കുള്ള മത്സര ഇനങ്ങൾ, പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള നല്ല മത്സരങ്ങളുണ്ട്. അത് പിന്നെ അവസാന സമാപന സമ്മേളനം, അത് കഴിഞ്ഞ് പാട്ടുപൊളിക്കിൻ്റെ ഒരു മ്യൂസിക് ടീമും കൂടി ഉണ്ട്. അതിലേറ്റവും എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിശേഷപ്പെട്ട കാര്യം, എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ കവർ പേജ് റിലീസിംഗ് നടക്കുകയാണ് നാളെ. VR സുധീഷ് സാറാണ് കവർ പേജ് പ്രകാശനം ചെയ്യുന്നത്. മൗനത്തിൽ ആഴുന്ന സ്വപ്നങ്ങൾ എന്ന ചെറുകഥാ സമാഹാരമാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത്. എല്ലാവരുടെ പ്രാർത്ഥനയുണ്ടാകും. പുസ്തകത്തിൻ്റെ ഇതിവൃത്തം 10 ചെറുകഥകൾ അടങ്ങിയ സമാഹാരമാണ്. വ്യത്യസ്ത വിഷയങ്ങൾ ആസ്പദമായിട്ടുള്ള കഥകളാണ്. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപനം MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് PTA റഹീം MLA മുഖ്യപ്രഭാഷണം നടത്തും. സാഹിത്യകാരൻ PK പാറക്കടവ് സംബന്ധിക്കും. ഉണ്ണിച്ചക്കു, ടുഡേ ന്യൂസ്, മുക്കം.